Hi all, welcome to Entry Cooperative Banking YouTube channel. I am Anjita. നമ്മുടെ CSEBയുടെ എക്സാം അടുത്തെത്താറായി. നമുക്കറിയാം എന്നാണ് എക്സാം? അടുത്ത മാസം ഓഗസ്റ്റിൽ 25-ാം തീയതിയാണ് ജൂനിയർ ക്ലർക്ക് എക്സാം വരുന്നത്. അതിനേക്കാൾ മുമ്പ് എന്താണ് നമ്മുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് തന്നെ ഇരുന്ന് പഠിക്കുകയാണ് നിങ്ങളെല്ലാവരും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെയുള്ള ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോപ്പറേറ്റീവ് സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സാംസിൻ്റെയും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എക്സാം ഡേറ്റും ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ എടുക്കാൻ പോണ ജൂനിയർ ക്ലർക്ക് എക്സാം അടുത്ത് വരാറായി. അപ്പോൾ അതിനെപ്പറ്റി എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതായത് പലരും ചോദിക്കുന്ന ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ പലർക്കുള്ള ഡൗട്ടാണ് സബ്ജക്റ്റിനേക്കാളും കുറച്ച് സബ്ജക്റ്റ് എന്താണ് മിക്കവർക്കും അറിയാമായിരിക്കും, പക്ഷെ പലർക്കും മാർക്ക് പോകുന്ന മാത്സ്, GK, അതിനൊക്കെ ഇംഗ്ലീഷ്, അതിനൊക്കെ ചിലപ്പോൾ മാർക്ക് കുറഞ്ഞുകൊണ്ട് എന്താണ് അവർക്ക് കട്ട് ഓഫ് കടക്കാൻ പറ്റാറില്ല. അതുപോലെ തന്നെ GK, ഇംഗ്ലീഷ് അതിൻ്റെ കറക്റ്റ് സിലബസ് ആയിട്ട് എന്താ പലരും ചോദിക്കാറുണ്ട്, GK എന്നൊക്കെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കറിയാം എത്ര മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ? 160 ക്വസ്റ്റ്യൻ ഉണ്ടാവൂലേ, അതായത് മാർക്ക് വെച്ച് ഓരോ ക്വസ്റ്റ്യനും. അപ്പോൾ എത്ര മാർക്കിനായിരിക്കും? 80 മാർക്കിനായിരിക്കും. 80 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. 80 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ്. അതിൽ തന്നെ എങ്ങനെയായിരിക്കും 80 മാർക്ക് എന്ന് പറഞ്ഞാൽ? 50 മാർക്ക് എന്താണ്? സബ്ജക്റ്റ്. 50 മാർക്സ് സബ്ജക്റ്റ്. പിന്നെ ഈ 30 മാർക്സോ? ഈ 30 മാർക്സ് ആണ് ഇതിന് വേണ്ടി. ഈ 30 മാർക്കാണ് എന്താ നമുക്ക് GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, മാത്സ് ആൻഡ് റീസണിങ്, പിന്നെ ഇംഗ്ലീഷ് എന്നുള്ളത് ഈ 30 മാർക്കാണ്. അപ്പോൾ ഈ 30 മാർക്ക് എന്താണ് പലർക്കും ഈ കട്ട് ഓഫ് 65 കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു? 65ഉം 62 ആയിരുന്നു മിനിമം വന്നത്. മിക്ക ബാങ്ക്സിലും 65 ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് കടക്കണമെങ്കിൽ എന്താണ് നമ്മൾ നന്നായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ പോരാ, ഒരു 55 ഒക്കെ കട്ട് ഓഫ് ആയിരുന്ന സമയത്ത് ഉണ്ടാകുന്നത് സബ്ജക്റ്റ് നന്നായിട്ട് അറിയാവുന്നതാണെങ്കിൽ ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ്, കറണ്ട് അഫയേഴ്സിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ ബാക്കിലോട്ട് പോയാലും കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. 65 എബോവ് കട്ട് ഓഫ് വന്നപ്പോൾ എന്താണ് നമ്മൾ നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ ഈ സബ്ജക്റ്റിൽ എന്താണ് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ ഇപ്പം നമുക്ക് 50ൽ ഒരു 45+ മാർക്സ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 65 കിടക്കണമെങ്കിൽ എന്താ വീണ്ടും ഒരു 50ൽ 45 കിട്ടി. അതായത് 50 മാർക്കിൽ സബ്ജക്റ്റിന് തന്നെ 50ന് 45 കിട്ടി. അതായത് 100 ചോദ്യങ്ങളിൽ 10 ചോദ്യം ഒഴിച്ച് ബാക്കിയെല്ലാം എന്താ ശരിയായി, 90 ചോദ്യം ശരിയായി. അപ്പോൾ 45 മാർക്ക് കിട്ടിയെന്ന് വയ്ക്കുക. അങ്ങനെ കിട്ടിയാലും എന്താണ് നമുക്ക് ഈ 65+ കിട്ടണമെങ്കിൽ എന്താ ഇവിടെ നിന്ന് എത്ര മാർക്കെങ്കിലും വേണം? 20+ എങ്കിലും വേണം അല്ലേ? ഓക്കെ, ഇവിടെ മാർക്ക് കുറഞ്ഞു പോയാൽ ഇവിടെ നമുക്ക് എന്താ ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ട്രോങ് പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് വേണം. ചിലവർക്ക് എന്താണ് ഈ മാത്സ് എളുപ്പമായിരിക്കും, GK പാടായിരിക്കും, ചിലവർക്ക് ഇംഗ്ലീഷ് പാടായിരിക്കും. അപ്പോൾ നമുക്ക് ഏതാണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് വേണം മാർക്ക് ഡിവൈഡ് ചെയ്യാൻ. ചിലവർക്ക് എന്താ സബ്ജക്റ്റിൽ അതുപോലെ 45 കൂടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷകളുണ്ടാവും. ചിലർക്ക് 40 ആയിരിക്കും പ്രതീക്ഷ. അങ്ങനെ 40 ആണെങ്കിൽ എന്താ ഇവിടെ ഉറപ്പായിട്ടും 25 കൂടുതൽ മേടിക്കണം, എന്നാലാണ് 65 കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ആ രീതിയിൽ വേണം നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്ത് പോകാൻ. അപ്പോൾ ഇംഗ്ലീഷ്, മാത്സ് ആൻഡ് റീസണിങ്, GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇതിൽ നിന്നാണ് എത്ര മാർക്കിന് വന്നേ? 30 മാർക്സിന് ക്വസ്റ്റ്യൻ വന്നേ. അതായത് 30 മാർക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? 10 മാർക്സ് വെച്ചാണ് ഓരോത്തിനും എന്താണ് 10 മാർക്സ് വെച്ച്. ഇംഗ്ലീഷിൽ നിന്ന് 10 മാർക്ക്, അതായത് 20 ക്വസ്റ്റ്യൻ. മാത്സിൽ നിന്നാണെങ്കിലും 10 മാർക്കിന്, GK നാണെങ്കിലും കറണ്ട് അഫയേഴ്സിനാണെങ്കിലും 10 മാർക്ക്. പിന്നെ GK കറണ്ട് അഫയേഴ്സ് വിട്ട് കളയരുത്. കറണ്ട് അഫയേഴ്സ് ചിലവർ പഠിക്കാണ്ട് പോകാറുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ, വിട്ട് കളയരുത് കേട്ടോ. അതുപോലെ കറണ്ട് അഫയേഴ്സ് മാത്രമായിട്ട് നോക്കിക്കൊണ്ട് പോകരുത്. GKക്കും കറണ്ട് അഫയേഴ്സിനും തുല്യ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വേണം കേട്ടോ പഠിക്കാൻ. ഓക്കെ, എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. ചില പേപ്പേഴ്സിലൊക്കെ ചില എക്സാമിനൊക്കെ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും കൂടുതൽ. ചിലയിൽ കറണ്ട് അഫയേഴ്സ് 1-2 ക്വസ്റ്റ്യൻ, ചിലയിൽ ഒന്നും ഉണ്ടാവില്ല. GK ഫുൾ എന്താ ബേസിക് ആയിട്ടുള്ള GK എന്നായിരിക്കും ചോദ്യം വന്നിരിക്കുക. ഓക്കെ, എന്ന് വെച്ച് കറണ്ട് അഫയേഴ്സ് വിട്ട് കളയരുത്. രണ്ടും തുല്യ പ്രാധാന്യം കൊടുത്തു ഒരു 6 മന്ത്സിൻ്റെ കറണ്ട് അഫയേഴ്സുകൾ എന്താ നോക്കിയിട്ട് പോവാം. അതുപോലെ മാത്സ് ആൻഡ് റീസണിങ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇടയായിട്ട് റീസണിങ് ആണ് കുറച്ച് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ റീസണിങ് ആദ്യം കുറച്ച് നന്നായിട്ട് പഠിച്ചിട്ട് പിന്നെ മാത്സിലെ ബാക്കിയുള്ള ടോപ്പിക്സ് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഫുൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇംഗ്ലീഷിൽ മെയിനായിട്ട് എവിടെ നിന്നൊക്കെയാണ് ചോദ്യം വന്നി നോക്കാം. മെയിനായിട്ട് എവിടെ നിന്നായിരിക്കും? ഇംഗ്ലീഷ് ആണെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അല്ലേ? 20 ക്വസ്റ്റ്യൻസ് 10 മാർക്സ്. 20 ക്വസ്റ്റ്യൻസിൽ 10 മാർക്സിനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. മെയിനായിട്ട് അപ്പം നിങ്ങൾ നോക്കേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾസ്, അതായത് എ ആൻഡ് ദ അങ്ങനെയൊക്കെ
ആർട്ടിക്കിൾസ് പറഞ്ഞ, അതായത് ചില സെൻറ്റൻസിൽ ആർട്ടിക്കിൾ വരുമോ വരില്ലേ, ഏത് ആർട്ടിക്കിളായിരിക്കും വരുന്നത്, അങ്ങനെയൊക്കെ ചോദ്യം ഉറപ്പായിട്ടുണ്ടാവും. ഒരു മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ ചോദ്യം ആ ഒരു, അതായത് 4 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 2 ക്വസ്റ്റ്യനെങ്കിലും ഈ ഒരു ആർട്ടിക്കിൾസിന് വരാറുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾസ് നോക്കണം, ഓക്സിലറി വെർബ്സ് നോക്കണം, ക്വസ്റ്റ്യൻ ടാഗ്സ് നോക്കണം. ക്വസ്റ്റ്യൻ ടാഗ്സിനും വരാറുണ്ട് ക്വസ്റ്റ്യൻ. അതുപോലെ ടെൻസസ്, ഗ്രാമർ, കണ്ടീഷണൽ സെൻറ്റൻസസ്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പോർട്ടഡ് സ്പീച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിപ്പോസിഷൻസ്, സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ വരാറില്ല. വന്നാലും 1/2 മാർക്കിനൊക്കെ ആയിരിക്കും റിപ്പോർട്ടഡ് സ്പീച്ചൊക്കെ ചോദിക്കുക. 1 to ചിലപ്പോൾ പ്രത്യേക സാഹചര്യങ്ങളിൽ 1 മാർക്ക്, അതായത് 2 ക്വസ്റ്റ്യൻ, മെജോറിറ്റിയും 1/2 മാർക്ക്, അതായത് ഒരു ക്വസ്റ്റ്യനൊക്കെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിന്ന് വന്നത്. പക്ഷെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. അതുപോലെ പ്രിപ്പോസിഷൻ, സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ്, വെർബ്സ്, കോൺകോർഡ്സ്, കൺജക്ഷൻസ്, ജെൻഡേഴ്സ്, അതായത് ഫീമെയിലിൻ്റെ മെയിലിനെ എന്താ പറയുക, അങ്ങനെയൊക്കെ ചോദ്യം വരാം. ഇപ്പോൾ ആനിമൽസിലെ യങ് വൺസിന് എന്താ പറയുക, അതുപോലെ ഇപ്പോൾ സൗണ്ട്സ്, ആനിമൽസിൻ്റെ സൗണ്ട്സ്, ഈ ഒരു ആനിമലിൻ്റെ സൗണ്ട് ഏതാണ്, അങ്ങനത്തെ ചോദ്യം വരാം. കളക്റ്റീവ് നൗൺസ്, ജെൻഡർ, 1 വേർഡ്, ഫ്രേസസ്, ജെൻഡേഴ്സ് വീണ്ടും ആവർത്തിച്ചാട്ടോ, അപ്പോൾ അത് കട്ട് ചെയ്തേരെ. 1 വേർഡ്, ഫ്രേസസ്, ഇഡിയംസ്. ഫ്രേസസ് ആൻഡ് ഇഡിയംസ് ഞാൻ പറഞ്ഞിരുന്നു, ഒരു ദിവസം എന്താണ് ഒരു 2 ഇഡിയംസ് അല്ലെങ്കിൽ ഫ്രേസസ് വെച്ച് പഠിച്ച് പോവുക. അതും ചിലപ്പോഴായിട്ടോ ചോദിച്ച് കാണാറുള്ളൂ. പക്ഷേ എന്ന് വെച്ച് നിങ്ങൾ പഠിക്കേണ്ട എന്നല്ല. സിംഗുലർ ആൻഡ് പ്ലൂറൽ, അതുപോലെ സ്പെല്ലിംഗ്, അതായത് ചില വേർഡിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എന്താണ് വരുന്നത്, മെയിനായിട്ട് നമ്മുടെ സിലബസിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ അപ്പം നിങ്ങൾ നോക്കിയിട്ട് പോകാം. ഗ്രാമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ്, ഗ്രാമർ ബേസ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നോക്കിയിട്ട് തന്നെ ഗ്രാമറും ടെൻസസും പഠിച്ചിട്ട് തന്നെ പോകാം. മെയിനായിട്ട് ആർട്ടിക്കിൾസും ഗ്രാമറും ടെൻസസും ഒക്കെ പഠിച്ചിട്ട് വേണം നിങ്ങൾ ബാക്കി പഠിക്കാൻ. ടെൻസസ് ഉറപ്പായിട്ടും നോക്കിയിട്ട് പോവുക. അതുപോലെ ഗ്രാമർ റൂൾസ് ഉണ്ട്, ആ റൂൾസ് പഠിച്ചു വയ്ക്കുക. PSCയിൽ ചോദിക്കുന്ന ഇംഗ്ലീഷിൻ്റെ സെയിം ടോപ്പിക്സ് തന്നെയാണ് ഇവിടെയും വരാം കേട്ടോ. GK ആണെങ്കിലും PSCയിലെ ടോപ്പിക്സ് തന്നെയാണ് പഠിക്കേണ്ടത്. GK, മാത്സ്, ഇംഗ്ലീഷിന് നിങ്ങൾ PSCയിലെ അതേ ടോപ്പിക്സ് തന്നെയാണ് കേട്ടോ പഠിക്കാനുള്ളത്. പക്ഷെ PSCയിൽ ചോദിക്കുന്നതിനേക്കാളും സിമ്പിളായിട്ടാണ് മാത്സ് ഒക്കെ ഇവിടെ CSEBയിൽ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിന് നിങ്ങൾ ചെയ്യേണ്ടത് പ്രാക്ടീസ് ചെയ്യണം. ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇംഗ്ലീഷ് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കളക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോവുക. ഓക്കെ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റി അതിൻ്റെ റീസൺ, ജസ്റ്റ് ആൻസർ മാത്രമല്ല റീസൺ എന്താണെന്നും കൂടി നോക്കി വയ്ക്കുക. ഇപ്പോൾ ഗ്രാമർ റൂൾസ് ഒക്കെയാണ് നിങ്ങൾക്ക് എന്താ വേറെയിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നോക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഒരു 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 15 മിനിറ്റ്സോ എടുത്ത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മാസം ഉണ്ട് നന്നായിട്ട് തന്നെ ഈ 1 മാസം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ GKയിൽ വന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ GKയിൽ വരുന്ന മെയിൻ ടോപ്പിക്സ് ആണ്. പലരും ചോദിക്കുന്നതാണ്, മിസ്സേ GKയുടെ മെയിൻ ടോപ്പിക്സ് ഒന്ന് പറയുമെന്ന്. GKയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ PSCയിലുള്ള അതേ ടോപ്പിക്സ് തന്നെയാണ് GKയിലും. എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. ഇന്നയിടത്തുനിന്ന് ക്വസ്റ്റ്യൻ വരില്ല എന്ന് പറയാൻ പറ്റില്ല. എവിടെ നിന്ന് വേണമെങ്കിലും GKയിൽ 10 മാർക്ക് 20 ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അതിൽ കറണ്ട് അഫേഴ്സ് ചിലപ്പോൾ ഉൾപ്പെടുത്തും, ചിലപ്പോൾ ഉൾപ്പെടുത്താറില്ല. പക്ഷേ കറണ്ട് അഫേഴ്സ് ഒരു 6 മാസത്തെ കറണ്ട് അഫേഴ്സ് നിങ്ങൾ നോക്കിയിട്ട് പോകണം. അതുപോലെ GK ആണെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. മാക്സിമം GK നിങ്ങൾക്ക് എന്താ പഠിക്കാൻ പറ്റുന്ന അത്രയും പഠിക്കുക. PSCയിലെ GKയിലെ ടോപ്പിക്സ് നമുക്കറിയാലോ, അതനുസരിച്ച് പഠിക്കാൻ പറ്റാവുന്ന അത്ര GK പഠിക്കുക. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടോപ്പിക്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് കറൻസി ക്യാപിറ്റൽ, അതായത് ഒരു കൺട്രിയുടെ കറൻസി ക്യാപിറ്റൽ അത് ചോദിക്കാറുണ്ട്, മിക്കപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് പഠിച്ചു വെച്ചിട്ട് പോവുക. പിന്നെ പ്രസിഡൻസ്, ഓരോ കൺട്രിയുടെ പ്രസിഡൻസ്, പിന്നെ ചീഫ് മിനിസ്റ്റേഴ്സ്, സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്റർ, ഗവർണർ, പിന്നെ മിനിസ്റ്റേഴ്സ്, അതായത് സ്റ്റേറ്റിൻ്റെയും യൂണിയൻ്റെയും മിനിസ്റ്റേഴ്സ്. ഇപ്പോൾ യൂണിയൻ മിനിസ്റ്റേഴ്സിനെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി വയ്ക്കുക, സ്റ്റേറ്റിലേ നോക്കുക, ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. കറണ്ട് അഫേഴ്സിൽ ഇത് ചോദിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻവെൻഷൻസ് എന്ന് വരാം. പിന്നെന്താ വൈറ്റമിൻസ് ഏത് രോഗമാണ് ഒരു വൈറ്റമിൻ കുറഞ്ഞു കഴിഞ്ഞാൽ വരാൻ സാധ്യതയുള്ള ആ ഒരു രീതിയിൽ ചോദ്യം വരാം. പിന്നെ ചിലപ്പോൾ ഇപ്പോൾ ഫീവർ വൈറസ് കാരണമാണോ ബാക്ടീരിയ കാരണമാണോ അങ്ങനത്തെയൊക്കെ ചോദ്യം വരാം. അതും കൂടി നോക്കി വയ്ക്കുക. പിന്നെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഓരോ ബ്ലഡ് ഗ്രൂപ്പിൻ്റെയും പ്രത്യേകത, എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത് ആ രീതിയിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഓർഗനൈസേഷൻസ്, അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഇടയ്ക്കുള്ള 2 CSEB ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ബാങ്കിങ്ങിൽ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ GKയിൽ ചോദിക്കാറുണ്ട്. കാരണം എന്താണ്, ഈ ബാങ്കിങ്ങും GKയിൽ ഉൾപ്പെടുന്നതാണ് അല്ലേ. ഇപ്പോൾ നബാർഡിനെ പറ്റിയൊക്കെ GK സെഷനിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് ഓൾറെഡി നബാർഡിനെ പറ്റി വായിച്ച് പഠിച്ചുകൊണ്ട് നമുക്കെന്താ ഇവിടെ
ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഓർഗനൈസേഷൻ ചോദിക്കാം. അപ്പോൾ ഈ കോർപ്പറേഷനിൽ നമ്മൾ പഠിക്കുന്ന ഓർഗനൈസേഷൻ അല്ലാണ്ട് ബാക്കിയുള്ള ഇന്റർനാഷണൽ ലെവലിലുള്ള ഓർഗനൈസേഷനെ പറ്റിയും കൂടി ഒന്ന് നോക്കി വെച്ചിട്ട് പോവാട്ടോ. ഓക്കെ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ്, ആ ഓർഗനൈസേഷൻ്റെ ഈ ഇടയ്ക്ക് എന്തെങ്കിലും മീറ്റിംഗ് നടത്തുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഹെഡ് ഓഫീസ് എവിടെയാണ്, അതുപോലെ തന്നെ പ്രസിഡന്റ് ആരാണ്, ആ രീതിയിലും നോക്കണേ. പിന്നെ നാഷണൽ പാർക്സും സാങ്ച്വറീസ് ഒക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഏത് സ്റ്റേറ്റിലാണ്, ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുപോലെ ഏറ്റവും വലുത് ഏതാണ്, ഏറ്റവും ചെറുത്, അത് ഡാംസിൻ്റെ കേസിലാണെങ്കിലും ആ ഒരു രീതിയിൽ നോക്കി വെക്കണേ. പിന്നെ എയർപോർട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എയർപോർട്ട്സ്, ഏത് എയർപോർട്ട്, ഏത് ഫേമസ് ആയിട്ടുള്ള എയർപോർട്ട്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഏത് സ്റ്റേറ്റിലാണെന്ന് നോക്കണം. ഡാംസ്, പിന്നെ ഇന്ത്യയിലും കേരളത്തിലും ഫേമസ് ആയിട്ടുള്ള പ്ലേസസ്, പിന്നെ ഫസ്റ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ ഏതാണ്, കേരളത്തിലെ ആദ്യത്തെ ഏതാണ്, ലോകത്തിലെ ആദ്യത്തെ ഏതാണ്, ഓരോ കാര്യങ്ങൾക്കും ഉണ്ടാവില്ല, ആ രീതിയിൽ നോക്കി. അതുപോലെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിവർ ഏതാണ്, ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ അവാർഡ്സ്, അതായത് ഓരോ അവാർഡും, മാക്സിമം അവാർഡ്സിനെ പറ്റി, മെയിനായിട്ട് റീസെൻ്റ് ആയിട്ട് അവാർഡ് കിട്ടിയ ആർക്കാണ്, ഇപ്പോൾ ഓടക്കുഴൽ അവാർഡ്, അതുപോലെ വയലാർ അവാർഡ്, അതൊക്കെ നോക്കി വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അത് കേരളത്തിലെയും നാഷണൽ ലെവലിലെയും അതുപോലെ നമ്മുടെ ഇന്റർനാഷണൽ വൈസും അവാർഡ്സ് നോക്കാം കേട്ടോ. മെയിൻലി നോക്കേണ്ട ആദ്യമായിട്ട് അവാർഡ് ഇപ്പോൾ ഭാരതത്തിനെയാണ് ആദ്യമായിട്ട് കിട്ടിയത് ആർക്കാനും, പിന്നെ ലാസ്റ്റ് ആയിട്ട് കിട്ടിയത് ആർക്കാനും. മെയിൻലി ലാസ്റ്റത്തെയാണ്, റീസെൻ്റ് ആയിട്ടുള്ളതാണ് ചോദിക്കുക. പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് ആർക്കാണ് കിട്ടിയത്, അതുപോലെ ലാസ്റ്റ് ആയിട്ടും ആർക്കാണ് കിട്ടിയത്, ആ രണ്ട് കാര്യങ്ങളും മെയിനായിട്ട് നോക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ മെയിനായിട്ട് ഇപ്പോൾ സ്പോർട്സിലും ചോദിക്കുക കേട്ടോ. അതുപോലെ സ്പോർട്സിൽ അവാർഡ്സ് ഒക്കെ കിട്ടിയത് ആർക്കാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നോക്കി വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ്, സ്പോർട്സിൽ മെയിനായിട്ട് വന്നേ ഓരോ, ഇപ്പോൾ IPL, അതുപോലെ വേൾഡ് കപ്പ്, അതൊക്കെ ഏത് കൺട്രിയിലാണ് നടന്നതെന്നും കൂടി നിങ്ങൾ നോക്കി വെക്കണേ. ഹോസ്റ്റ് കൺട്രി ഏതാണെന്ന് നോക്കി വെക്കണം. പിന്നെ ആരാണ് ജയിച്ചതെന്നും വിന്നർ ആരാന്ന് നോക്കി വെക്കണം. ഓക്കെ, സ്പോർട്സിൽ ഇപ്പോൾ വേൾഡ് കപ്പ്, T20, IPL, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ എവിടെ നിന്നാണ് വിംബിൾട്ടൺ ജയിച്ച ആരാണ്, മെൻസ് കാറ്റഗറി, വുമൻസ് കാറ്റഗറി, അതൊക്കെ നമ്മൾ ലൈവ് സെഷനിൽ ഒരു ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഒരു രീതിയിലും സ്പോർട്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. പിന്നെ ഒരിടയ്ക്ക് സ്പോർട്സിൽ കണ്ട ക്വസ്റ്റ്യനാണ്, ഇപ്പോൾ ഈ ഇടയായിട്ടില്ല, ഓരോ ട്രോഫി ഏത് സ്പോർട്സായിട്ട് റിലേറ്റ് ചെയ്താണ് ഈ ട്രോഫി വന്നത്, ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ഓരോ സ്പോർട്സിനും ഉള്ള മെമ്പേഴ്സ്, എത്ര മെമ്പേഴ്സാണ് ആ കളിയിൽ വേണ്ടത്, ആ ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കി വയ്ക്കുക. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. പക്ഷേ സ്പോർട്സ് കാറ്റഗറിയിൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഈ അവാർഡ്സ് ആണ്. റീസെൻ്റ് ആയിട്ട് എന്താണ് സ്പോർട്സിൽ ജയിച്ച ആരാണ്, ഹോസ്റ്റ് കൺട്രി ആരാണ്, അത് ആദ്യം പഠിച്ചു വയ്ക്കുക. പിന്നെയാണ് നിങ്ങൾ ഈ ഒരു രീതിയിൽ എവിടേക്കും എൻ്റെ ഈ ഒരു സ്പോർട്സിൽ ബന്ധപ്പെട്ട് വന്ന അവാർഡ്സ്, പിന്നെന്താണ് സ്പോർട്സിൻ്റെ മെമ്പേഴ്സ്, ആ ഒരു അതായത് എത്ര നമ്പറാണ്, എത്ര കളിക്കാരാണ് വേണ്ടത് ഈ ഒരു ഓരോ സ്പോർട്സിന്, ക്രിക്കറ്റിന്, ഫുട്ബോളിന്, ആ ഒരു രീതിയിൽ നോക്കി വെക്കണേ. നെക്സ്റ്റ്, ഫേമസ് പേഴ്സണാലിറ്റീസ്, അതായത് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഈ ഒരു 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഏത് ഫീൽഡിലാണെന്നും കൂടി നോക്കി വയ്ക്കുക. ഏത് ഫീൽഡിലാണ് അവർ പ്രവർത്തിച്ചതെന്ന് നോക്കി വയ്ക്കുക. കഴിഞ്ഞൊരു എക്സാമിന് ആ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടതാണ് പറഞ്ഞത് കേട്ടോ. ഈ പറഞ്ഞ ഇപ്പോൾ പിന്നെ നിങ്ങൾ കേരളത്തിലെ റിനൈസൻസ് നോക്കണേ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ഫേമസ് പേഴ്സണാലിറ്റീസ്, ഇപ്പോൾ ശ്രീനാരായണ ഗുരു, മന്നത്ത് പത്മനാഭൻ, അതുപോലത്തെയുള്ള പേഴ്സണാലിറ്റീസിനെ പറ്റിയും കൂടി ഒന്ന് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അവരെഴുതിയ ബുക്സ്, കൊണ്ടുവന്ന പ്രസ്ഥാനങ്ങൾ, അതിൽ നിന്നൊക്കെ ചോദ്യം ഉണ്ടാവും കേട്ടോ. റിനൈസൻസ് ഇൻ കേരളം നോക്കണം. പിന്നെ ടൈം കിട്ടുകയാണെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യയും കൂടി നോക്കാം. പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടെ കൊടുക്കാൻ വിട്ടുപോയതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഈ മിനിസ്റ്റേഴ്സ് നോക്കി കഴിയുമ്പോൾ തന്നെ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിക്കോട്ടോ. ഇത് നിങ്ങൾക്ക് ഈ വരുന്ന 1 മാസത്തിനുള്ളിൽ മാക്സിമം ബാക്കിയുള്ള സബ്ജക്റ്റിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ പറ്റിയ GK മാത്രമാണ് ഞാൻ തന്നിട്ടുള്ളൂ. ഓക്കെ, വേഗം തന്നെ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കി വെക്കേണ്ടത്. ഏതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു 4ാമതായിട്ട് പഠിച്ചോട്ടോ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം, പിന്നെ കേരള റിനൈസൻസും പഠിക്കണേ. ഈ 2 പോയിന്റ്സും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യാണ്ടിരിക്കരുത്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമും നമ്മൾ പഠിക്കുമ്പോൾ വേണ്ടതാണ് കൺസിസ്റ്റൻസിയും റിവിഷനും ഉറപ്പായിട്ട് വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കുറേ സമയം ഇരുന്ന് പഠിച്ചു, പക്ഷെ പഠിച്ച ടോപ്പിക്ക് റിവൈസ് ചെയ്തില്ല. പുതിയത് പഠിച്ചുകൊണ്ടിരുന്ന ബേസിക് വിട്ടു പോകും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം. അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. മെയിനായിട്ട് നിങ്ങൾ നോക്കി പോകേണ്ട പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കണം, പിന്നെ എന്താണ് റിനൈസൻസ് ഇൻ കേരളയും കൂടി, പിന്നെ ഇന്ത്യയുടെ ഹിസ്റ്ററിയും ഫ്രീഡം മൂവ്മെൻറ്റ് ആ ഒരു ടൈമിലുള്ള കാര്യങ്ങളും കൂടി ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ.
പിന്നെ മിനിസ്റ്റേഴ്സിനെ പറ്റി. ഇതൊക്കെ മെയിനായിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ട പോയിന്റ്സ് മാത്രമായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയ പോയിന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മാത്സിൽ മിക്കവർക്കുള്ള പ്രശ്നമാണ്. ഒരു 10 മാർക്കിനല്ലേ മാത്സിന് ചോദ്യം വരാം. അപ്പം മിക്കവർക്കുള്ള പ്രശ്നം ടൈം. അതായത് മാത്സിൽ ചിലപ്പോൾ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, പക്ഷെ അവിടെ നമ്മൾ എടുക്കുന്ന ടൈം എന്താണ്? ചിലവർ 10 മിനിറ്റിനുള്ളിൽ ഫുൾ ഈ ഒരു 20 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ ചിലവരെന്താ അരമണിക്കൂർ 3/4 മണിക്കൂർ എടുക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്താണ് ഈ പറഞ്ഞ മാത്സ് ടോപ്പിക്സ് കറക്റ്റ് ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കണം. അതിനുവേണ്ടി എന്താ വേണ്ടേ? പ്രാക്ടീസ്. ഇംഗ്ലീഷ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ജികയുടെ കേസിൽ മാക്സിമം പോയിന്റ്സ് നമ്മളെന്താ പഠിച്ച് വയ്ക്കുക, റിവൈസ് ചെയ്യുക. എവിടെ നിന്നാ ചോദ്യം വരാൻ നമുക്ക് പറയാൻ പറ്റില്ല. മാക്സിമം കുറേ അധികം പോയിന്റ്സ് നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്സ് തന്നെ നമ്മൾ നന്നായിട്ട് കുറേ അധികം കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 7 to 8 മാർക്സ് മേടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും കേസിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ ഈ ഒരു മന്ത് നന്നായിട്ട് തന്നെ കവർ ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 8 to 9 അതിൽ കൂടുതൽ മാർക്ക് മേടിക്കാൻ സാധിക്കും. മാർക്ക് മേടിക്കുന്നവരുണ്ട്. ഓക്കെ, മാത്സിനേക്കാളും കൂടുതൽ റീസണിങ് കുറച്ചും കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആദ്യം കവർ ചെയ്ത് വെക്കാം കേട്ടോ. റീസണിങ്ങിൽ നിന്ന് ഈ ഇടയ്ക്കായിട്ട് കുറേ അധികം ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാറുണ്ട്. ഓക്കെ, മാത്സിൽ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട ഷോർട്ട് കട്ട്സ്. ക്വസ്റ്റ്യൻ നിങ്ങൾ എന്താ പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട്സ് കുറേ നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് സിസ്റ്റം വരും. അതായത് നമ്പർ ബേസ് ചെയ്ത് കുറച്ച് നമ്പേഴ്സ് വന്നിട്ട് മിസ്സിംഗ് നമ്പറും റോങ് നമ്പർ സീരീസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആവറേജ് പഠിക്കണം, അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ പെർസെൻറ്റേജ് ആ ഒരു ഏരിയയിൽ നിന്ന്, പിന്നെ റേഷ്യോ ആൻഡ് പ്രപ്പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ ഏജിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ ക്ലോക്ക് ആൻഡ് കലണ്ടർ നോക്കി വെക്കണം. വർക്ക് ആൻഡ് ടൈം നോക്കണം. സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം നോക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് ആൻഡ് ടൈമിൽ നിന്നൊക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതിനൊക്കെ ഓരോ ഷോർട്ട് കട്ട്സ് ഉണ്ട് കേട്ടോ. ആ ഷോർട്ട് കട്ട്സും കൂടി നിങ്ങൾ നോക്കി വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏതൊക്കെയാണ് ടോപ്പിക്സ് വരാം? സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതിൽ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട്. പിന്നെ ഡയറക്ഷൻസ് നോക്കി വെക്കുക. ഒരു ഡയറക്ഷൻസിലും നിങ്ങൾ എന്താണ് കുറച്ച് ഷോർട്ട് കട്ട്സ്, ചില പ്രോബ്ലം ചെയ്യാനായിട്ട് ഷോർട്ട് കട്ട്സ് ഉണ്ട്, അത് നോക്കണം. ബ്ലഡ് റിലേഷൻസ് നോക്കണം. ഇത് രണ്ടിനും ഉറപ്പായിട്ട് എന്താണ് ഓരോ ക്വസ്റ്റ്യൻ വെച്ച് ചോദിക്കാറുണ്ട്. കോഡിങ് ആൻഡ് ഡീകോഡിങ് ചോദ്യം കാണും. പിന്നെ ആൽഫ ന്യൂമറിക് സീരീസ്, അതായത് നിങ്ങൾക്ക് എന്താണ് ഓരോ നമ്പർ, അതായത് കുറേ നമ്പേഴ്സും സിമ്പിൾസും എല്ലാം കൂടി തന്നിട്ട് എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ 8 to the left ഏതാണ്, 8 to the right അങ്ങനെയൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലാണ് നിങ്ങൾക്ക് നന്നായിട്ട് എന്തായാലും നല്ലൊരു മാർക്ക് നേടാനായിട്ട് സാധിക്കുള്ളൂ. ഇത്രയും പറഞ്ഞാൽ മെയിനായിട്ട് പറഞ്ഞ ടോപ്പിക്സ് ആട്ടോ. മെയിനായിട്ട് പറഞ്ഞ ടോപ്പിക്സ് മാത്രമേ ഇതിലുള്ളൂ. പിന്നെ ഇത് കൂടാണ്ട് പെരിമീറ്റർ ആൻഡ് ഏരിയ അതുപോലത്തെ ടോപ്പിക്സ് ഉണ്ട്. മെയിനായിട്ട് എന്നും ചോദിച്ച് കണ്ടിരിക്കുന്ന ടോപ്പിക്സ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്തേ. അപ്പോൾ ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് മാത്സിൻ്റെ മാത്രമായിട്ടുള്ള ഒരു സെഷൻ ഏതൊക്കെയാണ് പറഞ്ഞത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ആണ് ഇവിടെ പറഞ്ഞു കേട്ടോ. നമ്പേഴ്സ്, ആവറേജ്, പെർസെൻറ്റേജ്, ഏജ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ക്ലോക്ക് ആൻഡ് കലണ്ടറും അതുപോലെ തന്നെ നമ്മൾ ഷേപ്സ്, അതായത് ഇപ്പോൾ ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ ഒക്കെ തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ കുറേ ട്രയാങ്കിൾസ് ഒക്കെ തന്നിട്ട് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്ര ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട് ആ ഒരു രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, നോക്കി വെക്കണം. പിന്നെ ടൈം ആൻഡ് വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം ആൻഡ് വർക്ക്, അതുപോലെ ഏജ്, പെർസെൻറ്റേജ്, ആവറേജ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, നമ്പർ സീരീസ്, ഈ പറഞ്ഞ 1, 2, 3, 4, 5, 6 ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോക്ക് ആൻഡ് കലണ്ടർ, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചില്ല, പക്ഷെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക് ആട്ടോ. ഇതിൽ നിന്നൊക്കെ ഓരോ ക്വസ്റ്റ്യൻ വീതം ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവേ. ഈ പെർസെൻറ്റേജ്, വർക്ക് ആൻഡ് ടൈം, ഏജ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷനൊക്കെ ഇമ്പോർട്ടൻ്റ്ലി കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് സ്കൂളിലാണ്. ഈ പറഞ്ഞ ടോപ്പിക്സിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതുപോലെ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഡയറക്ഷനിലും പ്രിപ്പറേഷനിലും ഉറപ്പായിട്ടും 100% ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കോഡിങ് ആൻഡ് ഡീകോഡിങ്, ആൽഫ ന്യൂമറിക് സീരീസ്, ഇതൊക്കെയാണ് ഒരു മാസം കൊണ്ട്. ബാക്കിയുള്ള ടോപ്പിക്സിനും കൂടി നിങ്ങൾക്ക് എന്താണ് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ച് ഉറപ്പായിട്ട് റിവിഷൻ ചെയ്ത് പഠിക്കേണ്ടത്. ഉറപ്പായിട്ടും വരുന്ന ടോപ്പിക്സ് ആണ് ഇതിൽ നിന്ന്. മാത്സിൽ ഉറപ്പായിട്ടും വരുന്ന മാത്സ്, ഇംഗ്ലീഷ്,
GK ഇതിന് ഉറപ്പായിട്ടും വരുന്ന ടോപ്പിക്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ കറണ്ട് അഫേഴ്സ് ആണെങ്കിലും 6 മാസത്തെ കറണ്ട് അഫേഴ്സ് ഉറപ്പായിട്ട് നോക്കാം കേട്ടോ. 6 മാസത്തെ കറണ്ട് അഫേഴ്സ് നോക്കുക. അതിൽ തന്നെ കറണ്ട് അഫേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇപ്പോൾ സ്പോർട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും G20 മീറ്റിംഗ് അതുപോലത്തെയൊക്കെ ഈ 6 മാസത്തിനുള്ളിൽ നടന്നിട്ടുണ്ടെങ്കിൽ എവിടെയാണ് നടന്നത്, ഹോസ്റ്റ് കൺട്രി ഏതാണ്, ഏത് ടൈമിലാണ്, അത് നോക്കി വെക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്പോൾ സ്പോർട്സ് ഈവൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഒരു സ്പോർട്സിൻ്റെ ഗെയിമിൽ ജയിച്ച ആരാണ്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക കേട്ടോ. അതിന് ഏതെങ്കിലും ഫേമസ് പേഴ്സണാലിറ്റി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഏത് ഫീൽഡിലായിരുന്നു, ആ ഒരു രീതിയിൽ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് കറണ്ട് അഫേഴ്സിൽ ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ ഏതെങ്കിലും കൺട്രിയിൽ പുതിയതായിട്ട് ആരെങ്കിലും പ്രൈം മിനിസ്റ്ററോ പ്രസിഡൻറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കണം. അതുപോലെ അവർ ഇന്ത്യ വിസിറ്റ് ചെയ്ത ഏതെങ്കിലും പ്രൈം മിനിസ്റ്ററോ പ്രസിഡൻറ്റോ ഉണ്ടെങ്കിൽ അത്, പിന്നെ ഈയിടെ നമ്മുടെ യൂണിയനിലും സ്റ്റേറ്റ് ലെവലിലായിട്ടുള്ള മിനിസ്റ്റേഴ്സിനെ നോക്കി വെക്കണം. ഇത്രയാണ് മെയിനായിട്ട് കറണ്ട് അഫേഴ്സിൽ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഇംഗ്ലീഷിലും GK നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, GK മാക്സിമം കവർ ചെയ്യണം. മാക്സിമം കവർ ചെയ്യാൻ വേണ്ടി നോക്കണം ടോപ്പിക്സിൽ. മാത്സും ഇംഗ്ലീഷൊക്കെ ആദ്യം ജസ്റ്റ് നോക്കി വെച്ചിട്ടുള്ളത്, പിന്നെ പ്രാക്ടീസ് ചെയ്യണം. മാത്സിൽ ഷോർട്ട് കട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് കട്ട്സ് വെച്ച് തന്നെ പഠിക്കുക, ബേസ് അറിഞ്ഞിരിക്കണം, എന്നിട്ട് ഷോർട്ട് കട്ട്സ് വെച്ച് ചെയ്യുക. കാരണം എന്താണ്, അപ്പം നമുക്ക് ടൈം ലാഭിക്കാനായിട്ട് സാധിക്കും. പിന്നെ മാത്സും അതുപോലെ ഇംഗ്ലീഷ് ആണെങ്കിലും നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, GK ആണെങ്കിലും GK-യേക്കാളും കൂടുതൽ മാത്സ് ആൻഡ് ഇംഗ്ലീഷിൽ ഒരു ഏറ്റവും നേരിൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ മെയിനായിട്ട് കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നന്നായിട്ട് തന്നെ കവർ ചെയ്യുക. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു മനസ്സിലായെങ്കിൽ ഏതെങ്കിലും മാത്സിൻ്റെ ആണെങ്കിലും GK, കറണ്ട് അഫേഴ്സ്, ഇംഗ്ലീഷ് ഏതെങ്കിലും ടോപ്പിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ക്ലാസ്സസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ എൻട്രിയിൽ CSEBക്ക് വേണ്ടിയും അതുപോലെ കേരള ബാങ്കിന് വേണ്ടിയും JCIക്ക് വേണ്ടിയും ക്ലാസ്സസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ CSEBയുടെ ഒരു ടൈം ടേബിളും താഴെ തന്നിട്ടുണ്ട്, അത് വേഗം തന്നെ ഡൗൺലോഡ് ചെയ്യുക. Okay, thank you. Like, share, subscribe our channel.